നമസ്കാരം. നമ്മളിന്ന് വീണ്ടും ഒരു പാർക്ക് വിസിറ്റിനായിട്ട് വന്നിരിക്കുകയാണ്. എലോറ ഗോർജ് കോൺസർവേഷൻ പാർക്ക് എന്നാണ് ഈ സ്ഥലത്ത് അറിയപ്പെടുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സ്പേസാണ്. നമുക്കറിയാം, കാനഡയിലുള്ള ആൾക്കാർ ഇവിടെ ജീവിക്കുന്നവരെ സംബന്ധിച്ച് എത്രത്തോളം പ്രഷ്യസ് ആയിട്ടാണ് ഈ സമ്മർ ടൈം അവർ കാണുന്നതെന്നുള്ളത്. കാരണം സമ്മർ എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ സമയമുള്ളൂ. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഇങ്ങനെ 4 മാസമാണ് സമ്മർ ടൈമുള്ളത്. പിന്നീട് ഫോളായി, വിൻ്ററായി, സ്പ്രിങ്ങായി. അപ്പോൾ അങ്ങനെ ആൾക്കാർ ഈ സമ്മർ ടൈമിൽ ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റീസ് പ്രകൃതിയുമായി ചേർന്ന് നിന്നുകൊണ്ട് കുറേ ആക്ടിവിറ്റീസുകൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അത് ഈ പറഞ്ഞ പോലെ പിക്നിക് ആവാം, അല്ലെങ്കിൽ പലതരത്തിലുള്ള ഗെയിമുകളാവാം, ഹൈക്കിംഗ് ആവാം. ഇവിടെ തന്നെ ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങൾ ഉണ്ട്, നമുക്ക് കാണാനും എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ആയിട്ട്. ഇവിടെ ലൈം സ്റ്റോൺ ബേസ്ഡ് ആയിട്ടൊരു ആർക്കിടെക്ചറും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഹിസ്റ്റോറിക്കലി തന്നെ ലൈം സ്റ്റോൺ റിലേറ്റഡ് ആയിട്ടുള്ള സ്പേസാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഗ്രാൻഡ് റിവർ എന്ന് പറഞ്ഞൊരു റിവറുണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്, ഹൈക്കിംഗ് ഉണ്ട്. വളരെ മനോഹരമായിട്ടുള്ള സ്പേസാണ്. അപ്പം നമുക്ക് കൂടുതൽ അറിയുന്നതിനായിട്ട് പാർക്കിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോകാം. ഈ പാർക്കിൽ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗെയിം ഇവർ കളിക്കുന്നുണ്ട്. ഇത് നമ്മൾ ഈ ലോണിൽ കളിക്കാൻ പറ്റിയൊരു ഗെയിമാണ്. പുല്ലിൽ ഇത് ലാഡർ ടോസ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഗെയിമിൻ്റെ പേര്. ഇതിൽ 3 റഗ്ഗുകളുണ്ട്, അല്ലെങ്കിൽ 3 സ്റ്റെപ്പുകൾ. അതിലേക്ക് ഈ സംഭവം എറിഞ്ഞിട്ട് അതിൽ കൊളുത്തിയിടുക എന്നുള്ളതാണ് ഇതിൻ്റെ റൂള്. അതിൽ ഓരോ കൊളുത്ത് ഉണ്ടല്ലോ, ഇപ്പോൾ അതോടെ ബ്ലൂവിലാണ് വീണിരിക്കുന്നത്. അപ്പോൾ ബ്ലൂവിൽ വീണാൽ സർട്ടൻ പോയിന്റ്, യെല്ലോയിൽ വീണാൽ സർട്ടൻ പോയിന്റ്സ്, റെഡിൽ വീണാൽ സർട്ടൻ പോയിന്റ്. ഇങ്ങനെയാണ് അതിൻ്റെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അങ്ങനെ രസകരമായിട്ടൊരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണിത്. അപ്പോൾ നമ്മൾ പാർക്കിൻ്റെ ഉള്ളിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ ആദ്യമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ഹോൾ ഇൻ ദ റോക്കാണ്. നമുക്ക് അവിടെ പോയി നോക്കാം എന്താണ് അവിടെ ഉള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ നടന്ന് ഹോൾ ഇൻ ദ റോക്ക് എന്ന് പറയുന്ന സ്പേസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിൽ നമ്മൾ പതിയെ നടന്ന് ഇത് നാച്ചുറലായിട്ട് ഫോം ചെയ്ത ഒരു ഹോളാണ് റോക്കിനകത്ത്. അപ്പോൾ അത് പ്രിസർവ് ചെയ്യുന്നതിനായിട്ട് ഈ പറഞ്ഞ പോലെ സ്റ്റെപ്സ്, ആൾക്കാർക്ക് ആക്സസ് ചെയ്യുന്നതിനായിട്ട് സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഹൈക്ക് ചെയ്ത് വരുന്നതിന്. അതുപോലെ തന്നെ ചെറിയ ചെറിയ ഹോൾസ് അവിടെ സൈഡിൽ വേറെ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ ലൈം സ്റ്റോണിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പാണ് ഈ ഏരിയ എല്ലാം എന്ന് പറയുന്നത്. അതുപോലെ ഗോർജിൻ്റെ സൈഡിൽ കൂടിയാണ് ഇതെല്ലാം ഉള്ളത്. പിന്നെ തൊട്ട് താഴെ ഗ്രാൻഡ് റിവർ ഉണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇവിടെ. ഇതിലേക്ക് നടന്നിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് ഇങ്ങനെ കുറച്ച് നേരം റിലാക്സ് ചെയ്ത് ആ പുഴയിലേക്ക് നോക്കി നിൽക്കാം. അതുപോലെ തന്നെ തിരിച്ച് കയറി നമുക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം നമ്മുടെ ഹൈക്കിംഗ്. Hi Marsha. Hi. How are you doing? Good. Nice to meet you. Yeah. Good. We just Marsha here. We met Marsha here. Just wanted to ask her about what are the places to explore around here. So I was asking her. So she's going to recommend some of the places around here. So I was just chatting with the gentleman and highly recommend Limehouse Conservation Area. It's a nice trail to walk down, and it has a lot of caves and crevices that you can explore. Just along the gorge, beautiful landscape, really nice trail to walk along, and it's free to get in. Yeah, wonderful. So, yeah. And thank you so much, Marsha. I really appreciate it. Not a problem. Thanks again. What's the name of the blog? Vlog is my name is Jane Joseph. I just put some of the travel vlogs. That's Okay. it. Yeah. Okay. There's Okay. no particular name for the vlog. Okay. It's just my vlog. Okay. Have fun. Yeah, nice meeting you again. Good to Okay, meet take you care. too. Take care. Don't fall and hurt yourself. Okay. കരയോരത്ത് ചക്കൽ മഴ ചോദിച്ചു കാറ്റേ കാറ്റേ വരുമോ, മരിവില്ലുമേഞ്ഞൊരു മൺകുടിലിൻ ജാലകം എല്ലേ നിന്നിൽ തുറന്നു, കാണാതെ കാണാൻ എന്ത് മോഹം, കാണുമ്പോൾ ഉള്ളിനുള്ളിൽ ദാഹം. ഇവിടെ ഈ കോൺസർവേഷൻ പാർക്കിന് നടുക്ക് കണ്ടില്ലേ ഒരു മനോഹരമായിട്ടുള്ളൊരു പുഴയുണ്ട്. ഗ്രാൻഡ് റിവർ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിനൊരു ബ്രിഡ്ജുണ്ട്. ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മനോഹരമായ കാഴ്ചകളുണ്ട്. നമ്മുടെ കൂടെ നമ്മുടെ പ്രിയ സുഹൃത്ത് ആര്യയുണ്ട്. ആര്യ, എന്താണ് ഇപ്പോൾ സോഫാർ ഇതുവരെ നടന്നിവിടെ എത്തിയിട്ട് താങ്കളുടെ ഒരു എക്സ്പീരിയൻസ്? നല്ലതായിരുന്നു. ഒരു സമ്മറിൽ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസാണ്. നല്ലൊരു ബ്യൂട്ടിഫുൾ റിവറുണ്ട്.
പ്ലസ് നല്ലൊരു ട്രെയിലുണ്ട്, നടന്ന് എൻജോയ് ചെയ്യാം. ഇപ്പോൾ ഒരു ദിവസമൊക്കെ സ്റ്റേ ചെയ്ത് ഫുഡൊക്കെ കുക്ക് ചെയ്ത് ക്യാമ്പിങ്ങിനാണെങ്കിലും ഇറ്റ്സ് എ റിയലി ഗുഡ് സ്പോട്ട്. അപ്പോൾ നാട്ടിലിങ്ങനെ പുഴയിലൊക്കെ പോയിട്ട് കുളിക്കുക അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? അതോ കൂടുതലും അല്ലാതെയുള്ള മറ്റ് എക്സ്പ്ലോറേഷൻസ്? ഞാൻ ബേസിക്കലി ബീച്ച് ഏരിയയാണ്, കൂടുതൽ കടലിലാണ്. ബട്ട് നമ്മുടെ അവിടെ ഉണ്ട്, കുളിച്ചിട്ടൊന്നുമില്ല. ബട്ട് ഈ പുഴയും കടലും ചേരുന്ന സംഗമസ്ഥാനം ഞങ്ങളുടെ വേളിയിൽ നിന്ന് ഉണ്ട്. അതൊരു ബ്യൂട്ടിഫുൾ ആയ എക്സ്പീരിയൻസ് അല്ലേ? വൈകുന്നേരങ്ങളിലൊക്കെ ഇപ്പം ഈ സൺസെറ്റിലൊക്കെ അവിടെ പോയിരിക്കാന്ന് പറയുന്നത് അല്ലേ? പോയിരിക്കാറുണ്ടോ? പിന്നെ നമ്മൾ സൺസെറ്റ് കാണാനും ഈവനിങ് സൺസെറ്റ് ആയിട്ടൊക്കെ പോയിരിക്കാം. അടിപൊളി. അപ്പം ഇനി നമുക്ക് എന്നാ പാലം കിടന്ന് അപ്പുറത്തേക്ക് പോകാം അല്ലേ? Come on guys, come on, let's go. ഇനി നമ്മൾ വേറൊരു സ്പോട്ടിലേക്ക് പോവാണ്, ട്യൂബിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ റിവർ റാഫ്റ്റിംഗ്. അപ്പോൾ ഇത് നല്ലൊരു പുഴയാണ്. ഈ പുഴയിൽ ഇങ്ങനെ നല്ല എന്താ പറയുക, നല്ല ഫ്ലോ ഉണ്ട്, വെള്ളത്തിന് നല്ല ഒഴുക്കുണ്ട്. അപ്പോൾ ആ ഒഴുക്കിൽ കൂടി ഇങ്ങനെ റാഫ്റ്റ് ചെയ്ത് പോകാനുള്ള ഒരു സ്പോട്ടാണ്. നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം. ഇപ്പം നമ്മൾ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ട്യൂബിങ്ങിൽ ആൾക്കാർ ഇങ്ങനെ ആ ഫ്ലോയ്ക്ക് അനുസരിച്ച് റാഫ്റ്റ് ചെയ്ത് പോവാണ് റിവറിലൂടെ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നവർ ട്രൈ ചെയ്യുക, പക്ഷേ സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ പ്രോപ്പറായിട്ട് ചെയ്തതിന് ശേഷം. പോകുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ദാഹിച്ചു കഴിഞ്ഞാൽ കുടിക്കാൻ വേണ്ടി ഇവിടെ വെള്ളമുണ്ട്. അതൊരു നല്ലൊരു ഫെസിലിറ്റിയാണ്. നമുക്ക് വെള്ളം ഈ പറഞ്ഞ പോലെ കൊണ്ടുവരേണ്ട കാര്യമില്ല, പ്ലാസ്റ്റിക്കോ അങ്ങനെയൊന്നും. നമ്മൾക്ക് തുറക്കുക, കുടിക്കുക. സൂപ്പർ അടിപൊളി വെള്ളമാണ്. അപ്പോൾ വീണ്ടും നമുക്ക് നടന്നു തുടങ്ങാം. അപ്പോൾ നമ്മൾ നടന്ന് ഈ ട്യൂബിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ ചുറ്റും ഈ പുഴയുടെ രണ്ട് വശങ്ങളിലുമായിട്ട് ഇങ്ങനെ ഈ ലൈം സ്റ്റോൺ ഫോം ചെയ്തിരിക്കുകയാണ്. അതായത് നാച്ചുറലായിട്ട് സ്വാഭാവികമായിട്ട് രൂപപ്പെട്ടതാണ് ഇതെല്ലാം, ഈ ലാൻഡ്സ്കേപ്പിംഗ് പ്രകൃതിയുടെ ഭാഗമായിട്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് പുഴയിലേക്ക് ഇറങ്ങിയിട്ട് ഈ പുഴ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം. നമ്മുടെ ചെരുപ്പും ഷൂസൊക്കെ ഉണ്ടെങ്കിൽ അഴിച്ചു വെച്ചതിന് ശേഷമാണ് അതിൻ്റെ നടുക്കേക്ക് ആൾക്കാർക്ക് പോകണമെങ്കിൽ പോകാവുള്ളൂ. പക്ഷേ ഒരു പരിധിക്കപ്പുറം പോകരുത്, കാരണം സ്ലിപ്പറിയാണ്, അതോടൊപ്പം തന്നെ താഴേക്ക് നല്ല ഫ്ലോ ഉണ്ട്. അപ്പോൾ സൂക്ഷിക്കണം എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഈ പുഴയുടെ ഈ വശങ്ങളിലൂടെ ഇങ്ങനെ നടക്കാം. പക്ഷേ ഈ പറഞ്ഞ പോലെ അവിടെയെല്ലാം ഈ സ്റ്റോൺസ് കുറച്ച് ഷാർപ്പാണ്, പിന്നെ സ്ലിപ്പറിയാണ്, തെന്നലുണ്ട്. അപ്പോൾ സൂക്ഷിച്ച് മാത്രം നമ്മൾ ചെയ്യാവുള്ളൂ. പിന്നെ ഇതിൻ്റെ വശങ്ങളിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല പച്ചപ്പാണ് ഈ പുഴയുടെ വശങ്ങൾ. അപ്പോൾ പുഴയോരവും അതോടൊപ്പം തന്നെ അപ്പുറത്തെ വശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യനിർമ്മിതി പോലെ തോന്നുന്നു ഈ ഒരു നാച്ചുറലായിട്ട് ഫോം ചെയ്തിരിക്കുന്ന ഈ ലൈം സ്റ്റോൺ, ഈ ലാൻഡ്സ്കേപ്പ്. ഇതൊക്കെ നമുക്ക് എക്സ്പെരിമെൻ്റ് ചെയ്യുക അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ നമ്മൾ ഈ ഹൈക്കിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് മടുത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ വന്നിരിക്കുമ്പോൾ നമുക്കിവിടെ കുറച്ച് നമ്മളിവിടെ നേഷൻസ് ലീഗ് ഫൈനൽ നമുക്ക് കാണാൻ പറ്റില്ല, നടക്കാൻ പോയതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് സർബിൻസിൻ്റെ മൊബൈൽ ഫോണിൽ നമ്മൾ സ്ട്രീം ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതാ നേരത്തെ അണ്ണൻ ഗോൾ അടിച്ചത്, ക്രിസ്ത്യാനോ റൊണാൾഡോ അടിച്ച ഗോളൊക്കെ നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റി. അതോടൊപ്പം തന്നെ ഇവിടെ കുക്കിംഗ് നടക്കുന്നുണ്ട്. ഓംലെറ്റിൻ്റെ കൂടെ പൊറോട്ടയും കൂടെ വെച്ചിട്ട് ആക്ടിവിൻ്റെ ഒരു സ്പെഷ്യൽ പ്രിപ്പറേഷനാണ്. അതിങ്ങനെ റാപ്പായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ആര്യ ചെറിയ നട്ട്സും ഒക്കെ കഴിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ്, കുറച്ച് നട്ട്സൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വളരെ രസകരമായിട്ടുള്ള ഒരു ഹൈക്കിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു പാർക്ക് എക്സ്പീരിയൻസ് ആയിരുന്നു. എന്ത് പറയുന്നു ആര്യ? അടിപൊളിയായിരുന്നു അല്ലേ? നല്ലപോലെ വിശന്നു എല്ലാവർക്കും. ഈ പറഞ്ഞ പോലെ പോയിട്ട് ഇത്രയും നടന്ന് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴേ
അപ്പോൾ എന്താ പറയുക, ഇങ്ങനെ ഒരു ഫുൾ ഡേ നമുക്ക് വളരെ ലൈവ്ലി ആയിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, വളരെ എൻജോയ് ചെയ്ത് ഒരു സെലിബ്രേഷൻ പോലെ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഈ പാർക്ക് വിസിറ്റും അതുപോലെ തന്നെ ഹൈക്കിങ്ങും പിക്നിക്കും ഇങ്ങനെ എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു മനോഹരമായ ദിവസം. സമ്മർ ഡേയ്സ് നമുക്ക് എല്ലാവർക്കും സെലിബ്രേറ്റ് ചെയ്യാം ഇങ്ങനെയുള്ള പാർക്കുകളിലൂടെ. അങ്ങനെ നമ്മളൊരു ഹോൾ ഡേ ഇവിടെ ഈ എലോറ ഗോർജ് കോൺസർവേഷൻ പാർക്കിൽ ഫ്രണ്ട്സുമായിട്ട് ചെലവിട്ടു. വളരെ രസകരമായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. എസ്പെഷ്യലി നമ്മൾ ആ പുഴയുടെ പക്കത്തോടുള്ള യാത്രകളും അതുപോലെ തന്നെ മറ്റ് ഹൈക്കിങ്ങും എക്സ്പ്ലോറേഷൻസും എല്ലാം തന്നെ വളരെ മെമ്മറബിൾ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്കും ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സുമായിട്ടോ വിസിറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരാവുന്നതാണ്. പലതരത്തിലുള്ള ആക്ടിവിറ്റി ഓപ്ഷൻസ് ഉണ്ട്. ക്യാമ്പ് ചെയ്യാം, കനോയിങ് ഉണ്ട്, ഫിഷിംഗ് ഉണ്ട്, ഹൈക്കിംഗ്, സൈക്ലിംഗ്, ട്യൂബിംഗ് ചെയ്യാം, സ്പ്ലാഷ് പാഡ് ഓപ്ഷൻ ഉണ്ട്, പിക്നിക് ചെയ്യാം. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.